രാംകുമാർ സാർ, അങ്ങയുടെ വിലയേറിയ അഭിപ്രായം കാക്കുന്നു കേരളം, മലയാളികൾ. വെള്ളാപ്പള്ളി നടേശൻ ഗതികെട്ട് പറഞ്ഞതാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈഴവരുടെ പേര് പറഞ്ഞു തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, ഒളിച്ചു വെച്ചിട്ടൊന്നുമില്ല. ഈഴവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. 1. 2, ഈഴവർ രാഷ്ട്രീയ ശക്തിയാവണം. കാര്യം വോട്ട് ബാങ്ക് രാഷ്ട്രീയം പയറ്റുകയാണ് ചിലർ. രാംകുമാർ സാർ, അങ്ങയുടെ അഭിപ്രായം, വിലയിരുത്തൽ. നമ്മുടെ നാട്ടുമൃഗങ്ങളിൽ ഒരു പറച്ചിലുണ്ട്, 2 കാലിൽ മന്തുള്ള ആള് ഒറ്റക്കാലിൽ മന്തുള്ള ആളെ മന്ത എന്ന് വിളിച്ച് കളിയാക്കുന്നു. ഈ പറച്ചിലാണ് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെക്കുറിച്ച് ചില വിചിത്ര സംഘടനകളും വ്യക്തികളും അഭിപ്രായം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്. ഈ പറയുന്നവരാരാണ്? രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ വിഭജിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുകയും സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷവും ആ രാഷ്ട്രീയ പ്രസ്ഥാനം അതേ പേരിൽ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ചില രാഷ്ട്രീയ ശക്തികളുണ്ട് ഇവിടെ. ഇന്ത്യയിൽ എൻ്റെ അറിവിൽ മതത്തിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത് മതചിഹ്നം തെരഞ്ഞെടുപ്പ് ചിഹ്നമായി അംഗീകാരം നേടിയ ഏക കക്ഷി നമ്മുടെ സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. മാത്രമല്ല, മത നേതാക്കന്മാരെ മാത്രമേ ആ സംഘടന ഇതുവരെ അധ്യക്ഷ സ്ഥാനത്ത് പ്രതീക്ഷിച്ചിട്ടുള്ളൂ. പാകിസ്ഥാൻ രൂപീകരണത്തിന് വേണ്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത് എന്ന് ചരിത്രത്തിൻ്റെ ഭാഗമാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം കേരളത്തിലും മറ്റ് വിവിധ ഭാഗങ്ങളിലും സാക്ഷാൽ ജവഹർലാൽ നെഹ്റു വന്ന് പറഞ്ഞത് ലീഗ് ചത്ത കുതിരയാണ് എന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ നേതാക്കന്മാർ ഗതികേട് കൊണ്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, രാഷ്ട്രീയമായ നിലനിൽപ്പിന് വേണ്ടി, ഇടം കാണാൻ വേണ്ടി ആ സംഘടനയുമായി കീഴടങ്ങിയിരിക്കുകയാണ്. ഞാൻ വിളിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ബി ടീമാണ്. 10 ജൻപത്ത് ഡൽഹിയിൽ നിന്ന് കൽപ്പന ഇൻഡാസുകൾ പുറപ്പെടുവിക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ്സിന് ഇൻഡാസുകൾ വരുന്നത് പാണേക്കാട്ട് തങ്ങളുടെ വീട്ടിൽ നിന്നാണ്. പാണേക്കാട്ട് തങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും മലബാർ പ്രദേശത്തുകാരനാണ്. മലബാർ പ്രദേശത്തും കേരളത്തിലെ ആകമാനവും ഏറ്റവും ആദരണീയനും ബഹുമാന്യനുമായൊരു വ്യക്തിയാണ് അദ്ദേഹം. ഒരിക്കലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ബന്ധപ്പെട്ടാണെങ്കിലും ഒരു അനുചിതമായോ ഭംഗികേടായോ മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന രീതിയിലോ ഒരു പ്രസ്താവന ഇന്ന് വരെ ഇറക്കി കണ്ടിട്ടില്ല. വളരെ മാന്യമായ അധ്യക്ഷ സ്ഥാനമാണ് അദ്ദേഹം വഹിക്കുന്നത്. മാത്രമല്ല, വർഗീയമായ ഒരു വിചാരം പോലും അദ്ദേഹം ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. മുസ്ലിം ലീഗിന് മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംഘടന ഉണ്ടാക്കാൻ നമ്മുടെ ഭരണഘടന പരിപൂർണമായ അവകാശം കൊടുക്കുന്നുണ്ട്, തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ രാജ്യവിഭജനം നടത്തിയ ശേഷം ഏറ്റവും അധികം വിദ്വേഷത്തിൻ്റെ വിത്ത് 47-ൽ പാകിയ ഒരു സംഘടന ഇന്ന് മലപ്പുറത്തെ പറ്റി പറയുമ്പോൾ കേരളം ആരുടെയും തറവാട്ട് സ്വത്തല്ല എന്ന് പ്രതികരിക്കുക കാണുമ്പോൾ ബുദ്ധിയുള്ള ആളുകൾക്ക് ചില സംശയങ്ങൾ തോന്നും. മലപ്പുറം ആരെങ്കിലും തറവാട്ട് സ്വത്താണോ? ഞാനും ആ ജില്ലയുടെ മാന്യമായ ഭാഗത്ത്, തെക്ക് ഭാഗത്ത് ജനിച്ചു വളർന്ന ആളാണ്. എൻ്റെ നാട്ടിൽ വർഗീയ ചിന്തകളില്ല. എൻ്റെ നാട് മൊയ്ത് മൗലയുടെയും കേളപ്പൻ്റെയും ഒക്കെ പ്രവർത്തന മണ്ഡലമായിരുന്നു. മാമാങ്കം നടക്കുന്ന അടുത്താണ് എൻ്റെ തറവാട് വീട്. അവിടെ ഇന്ന് വരെ മുസ്ലിം ലീഗിന് കൊടികുത്താൻ പറ്റിയിട്ടില്ല, കോൺഗ്രസിൻ്റെ സഹായമുണ്ടായിട്ടും. എം പിച്ച് ബാവ, പാലടി മുഹമ്മദ് കുട്ടി തുടങ്ങിയ പ്രമുഖ നേതാക്കന്മാരുടെ പ്രവർത്തന രംഗമാണ് ഞങ്ങളുടെ നാട്. അപ്പോൾ അങ്ങനത്തെ നാട്ടിൽ പോലും ചെയ്യാത്ത ആളുകൾ മലപ്പുറത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്
അതിൻ്റെ മെച്ചങ്ങൾ അനുഭവിക്കുന്നു എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞതിൽ ചരിത്രപരമായി സത്യമല്ലേ? അതിലെന്താ തെറ്റുള്ളത്? ഇത് മുമ്പ് അച്യുതാനന്ദൻ VS അച്യുതാനന്ദൻ പറഞ്ഞതല്ലേ? അന്ന് അച്യുതാനന്ദൻ തന്നെ വർഗീയവാദിയായിട്ട് ആരും ചിത്രീകരിച്ച് കണ്ടില്ലല്ലോ. മലപ്പുറം എന്ന് പറഞ്ഞ വർഗീയമാണോ? ആണെങ്കിൽ ആ ജില്ലക്കാരനായ എനിക്ക് പോലെ അവമാനമാണ്. കാരണം ഞങ്ങളുടെ ഭാഗത്ത് വർഗീയത വിത്ത് പാകാൻ ആര് ശ്രമിച്ചിട്ടും നടക്കാത്ത സ്ഥലമാണ്. അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയണം. പ്രത്യേകിച്ചും ഞങ്ങളുടെ നാട്ടിലെ മുസ്ലിം സഹോദരന്മാർ മറ്റ് സ്ഥലത്തുള്ള പോലെ തന്നെ പരോപകാരികളാണ്, ധർമ്മിഷ്ഠരാണ്, ഈശ്വരവിശ്വാസികളാണ്, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരാണ്. അവരെ വർഗീയവൽക്കരിക്കാൻ ആര് ശ്രമിച്ചാലും നടക്കാൻ പോകുന്നില്ല. അത് ഒരുപക്ഷെ മലപ്പുറം ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിൽ നടക്കും. മലപ്പുറം ജില്ലയുടെ ചില ഭാഗത്ത് സ്വാതന്ത്ര്യ സമ്പാദനത്തിന് മുമ്പ് പോലും വെള്ളിയാഴ്ച കന്നിറക്കുന്നതിന് നിരോധനമുണ്ടായിരുന്നു. പാവപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട കൂലിക്കാരെ പാടത്തിറങ്ങാൻ സമ്മതിക്കില്ല. ഈ പാരമ്പര്യം ഭാഗ്യവശാൽ മലപ്പുറം ജില്ലയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാന്യമായ ഭാഗത്തില്ല. അവിടെ അത് ചിലവാവില്ല. കാരണം ഞങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഏകോദര സഹോദരന്മാരെ പോലെ കഴിയുന്ന ഇതാണ്. മുസ്ലിം വ്യക്തിപരമായി മുസ്ലിങ്ങളെപ്പറ്റി ആർക്കും ഒരു പരാതിയുമില്ല. പക്ഷേ അവരെ വഴിതെറ്റിച്ച് അവരുടെ നിലനിൽപ്പ് അപകടത്തിലാണ്, അവർക്ക് ഭാവിയില്ല എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില സംഘടനകൾ രംഗത്ത് വന്നതാണ് വാസ്തവത്തിൽ യഥാർത്ഥ ഭിന്നിപ്പ്.